പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ 4 വർഷ ഡിഗ്രി കോഴ്സുകളാണ്. അപ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ മാറ്റങ്ങളും എല്ലാ പരീക്ഷ സിലബസ് ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷ വിജയിക്കാൻ എത്ര മാർക്ക് വേണമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയം ചോദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. 5 അതുപോലെ തന്നെ 4 ക്രെഡിറ്റുള്ള വിഷയങ്ങൾ 100 മാർക്കിനാണ് പരീക്ഷ. എത്ര? 100 മാർക്കിന് പരീക്ഷ എന്ന് പറയുമ്പോൾ 70 മാർക്ക് എക്സ്റ്റേണലും 30 മാർക്ക് ഇൻറ്റേണലുമാണ്. 70 മാർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ള മാർക്ക്, 30 ഇൻറ്റേണലിൽ 10 മാർക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ ഒപ്പണൻറ്റ് മൊഡ്യൂളിന്, ബാക്കി 20 ഇൻറ്റേണൽ പരീക്ഷയും അതുപോലെ തന്നെ സെമിനാർ അസൈൻമെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് ഉള്ളത്. അങ്ങനെ 30 മാർക്ക്. അപ്പോൾ ഈ വിഷയത്തിന് വിജയിക്കാൻ വേണ്ടത് 35 മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. 35 മാർക്ക് എന്ന് പറയുമ്പോൾ ആഗ്രിഗേറ്റ് 35, അപ്പോൾ 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 35 മാർക്ക്. എന്നാൽ എക്സ്റ്റേണൽ ഈ 70 വിഷയങ്ങൾക്ക് എത്ര വേണം? 21 മാർക്ക് വേണം, 30% മാർക്ക് വേണം. 70 നമ്മൾ പരീക്ഷ ചെയ്തില്ലേ, ഇതിന് 21 മാർക്ക് നിർബന്ധമായിട്ട് നമ്മൾക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇതിൽ ചെറിയൊരു വ്യത്യാസമുള്ളത്, MG കേരള കാലിക്കറ്റിൽ ഇതാണ് റൂളെങ്കിൽ കേരളയിൽ ഇത് 25 മാർക്ക് അറ്റൈൻ ചെയ്യണം. 25 മാർക്ക് നമ്മൾ എഴുതിയ പരീക്ഷയ്ക്ക് വേണം. ബാക്കി ഇൻറ്റേണലിലൂടെ 35 മാർക്ക് എത്തിയാൽ മതി. ഓക്കെ, അത് പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ജയിക്കാൻ വേണ്ടത് 35 മാർക്ക്. അതിൽ എക്സ്റ്റേണൽ പരീക്ഷ നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് 30%, കേരള ഒഴികെ മറ്റ് യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റിയിൽ അത് 35%. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇൻറ്റേണൽ മാർക്ക് 30ൽ 25 കിട്ടിയെന്ന് കരുതണം. ഈ വിദ്യാർത്ഥിക്ക് 35ലേക്ക് 10 മാർക്ക് എക്സ്റ്റേണൽ കിട്ടിയാൽ 35, പക്ഷേ പാസ്സാവില്ല. എക്സ്റ്റേണൽ പരീക്ഷയിൽ 21 മാർക്ക് നിർബന്ധമായിട്ടും ഈ വിദ്യാർത്ഥി അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ വിദ്യാർത്ഥി പാസ്സാകുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കമ്പൈൻഡ് ആയിട്ട് ഇൻറ്റേണലും എക്സ്റ്റേണലും കൂടി കൂട്ടിയിട്ട് 35 മാർക്ക്, എക്സ്റ്റേണലിൽ 21 മാർക്ക് ഈ വിദ്യാർത്ഥി നേടണം. 35% ഇതിൻ്റെ പരീക്ഷ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ്. 75 മാർക്കിലുള്ള പരീക്ഷ ഉണ്ട്. 75 മാർക്കിന് 3 ക്രെഡിറ്റിൻ്റെ വിഷയങ്ങൾ, ചില വിഷയങ്ങളൊക്കെ 3 ക്രെഡിറ്റ് ആയിരിക്കും. 75 മാർക്ക്, അതിൽ 50 മാർക്ക് പരീക്ഷക്കും അതുപോലെ തന്നെ ബാക്കി 25 മാർക്ക് ഇൻറ്റേണലായിട്ടാണ്. അതിൽ 5 മാർക്ക് ഒപ്പണൻറ്റ് മൊഡ്യൂളാണ്. ഇതിൽ നമുക്കൊരു വിദ്യാർത്ഥിക്ക് പാസ്സാകാൻ വേണ്ട മാർക്കെന്ന് പറയുന്നത് ഇൻറ്റേണലും എക്സ്റ്റേണലും കൂടി കൂട്ടിയിട്ട് 27 മാർക്ക് ഈ കുട്ടിക്ക് പാസ്സാക്കാൻ വേണം. 27 മാർക്ക്. എന്നാൽ എക്സ്റ്റേണൽ മാത്രം കാലിക്കറ്റ്, MG അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 15 മാർക്ക് ഈ കുട്ടിക്ക് ലഭിക്കണം. എക്സ്റ്റേണലിൽ 15, ഇനി എക്സ്റ്റേണലും ഇൻറ്റേണലും കൂടി കൂട്ടിയിട്ട് 27 മാർക്ക്. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത് എക്സ്റ്റേണലിൽ 17.5 മാർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് 100ലായാലും അതുപോലെ തന്നെ 75ലായാലും പാസ്സാക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 35% ഇൻറ്റേണലും എക്സ്റ്റേണലും കൂടി കൂട്ടിയിട്ട്. എന്നാൽ എക്സ്റ്റേണൽ പരീക്ഷയിൽ 30% മാർക്കാണ് വേണ്ടത്, 30% മാർക്കാണ്. എന്നാൽ ഇത് കേരള യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ അത് 35%. ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.